എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഉലുവക്കഞ്ഞിയാണ്. തണുപ്പ് കാലത്ത് കഴിച്ചിരിക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട്. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയിൽ വ്യത്യാസം വരും. അതനുസരിച്ച് നമ്മുടെ ഭക്ഷണശീലങ്ങളിലും വ്യത്യാസം വരുത്തണം. ഇത്തരത്തിൽ മഞ്ഞുകാലത്ത് കഴിക്കേണ്ട അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ് ഉലുവ. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ചതുപോലെ ഒരു 6-7 മണിക്കൂർ മാറ്റി വെക്കണം. വൈകുന്നേരം ഇടുവാണെങ്കിൽ നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാം. രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ വൈകുന്നേരം ഓവർനൈറ്റ് ഇടുവാണെങ്കിൽ നല്ലതാണ്, നന്നായിട്ട് കുതിർന്ന് വരും. അപ്പം ഇതുപോലെ കുതിരാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കണം. ഉലുവ പോലെ തന്നെ ഉലുവയുടെ ഇലയിലും ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ്. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ അല്ലേ. ഉലുവയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റമിൻ എ, സി തുടങ്ങിയവയും ധാരാളം അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഉലുവ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ ഗുണം ചെയ്യും. ഇതിനോടൊപ്പം തന്നെ ഞവരരി ഉണ്ടെങ്കിൽ ചേർക്കാം. ഏതെങ്കിലും തവിടുള്ള അരി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ഞുറുക്കരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു അരക്കപ്പ് ഞുറുക്കരിയും കൂടെ ഇതുപോലെ കഴുകി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലൊരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. കാരണം ഈ ചെറിയ അരി ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വിസിൽ വന്നു കഴിയുമ്പോഴത്തേനും അത് അങ്ങോട്ട് ചീറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. വലിയ അരിയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല. നമുക്കറിയാമല്ലോ, ചെറിയ അരി അധികം വേവില്ലാത്തതാണ്. കുക്കറിൻ്റെ വിസിലിൻ്റെ ഇടയ്ക്കൊക്കെ അത് കയറി ചീറ്റാൻ ചാൻസ് ഉണ്ട്. അത് റെഡി ആകുമ്പോഴത്തേനും നമുക്ക് അതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഇതുപോലെ 1 മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ തേങ്ങയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 5-6 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഉലുവയുടെ ഇലയിലൊക്കെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇവ ദഹനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ ഒരു 3-4 വിസിൽ വന്നപ്പോഴത്തേനും കുക്കറെല്ലാം കുളമായി, മൊത്തം ചീറ്റി, കുക്കറിൻ്റെ സൈഡും ഗ്യാസ് സ്റ്റവും എല്ലാം ചീറ്റി തെറിച്ചു. അപ്പോൾ ഞാനെല്ലാം വൃത്തിയാക്കി ഇതുപോലെ ഒരു കടായിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കറിൻ്റെ ആവശ്യമില്ല. പൊടിയിലേക്കല്ല, അധികം വേവുന്നില്ലല്ലോ. ഉലുവ കുതിർന്ന കാരണം അതും പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു നമ്മളെ. അപ്പോൾ ഇത് ചേരാൻ ആവശ്യമായ, ഇതിന് കൂടാൻ ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഉലുവ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത ശേഷം കഴിക്കുന്നതും ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. ചർമ്മത്തിനും അതുപോലെ തന്നെ മുടിയുടെ സംരക്ഷണത്തിനൊക്കെ ഉലുവ ഒത്തിരി നല്ലതാണ്. അപ്പം ആ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ശർക്കര, അതായത് വെല്ലമാണ് ഒരു കഷ്ണം ഞാൻ പൊടിച്ച് ചേർക്കുന്നത്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, വലിയ കയ്പൊന്നുമില്ല. പിന്നെ ഷുഗറിലൊക്കെ ഉള്ളവർക്ക് ഇത് ഒഴിവാക്കാം. ഇത് ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു മധുരം, ഒന്നും കൂടെ രുചി കൂടും. പക്ഷെ അത് ചേർത്തില്ലെങ്കിലും കഴിക്കാൻ പ്രത്യേകിച്ച് ഒത്തിരി കയ്പായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതങ്ങനെ നമ്മുടെ ഉലുവ കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എത്ര പെട്ടെന്ന് നല്ല റെഡിയായത്. നെഞ്ചരിച്ചിൽ, അസിഡിറ്റി പ്രശ്നമുള്ളവർക്കൊക്കെ ഭക്ഷണത്തിൽ ഉലുവ കഴിക്കുന്നത് നല്ലതാണ്. നെഞ്ചരിച്ചിൽ തടയാനും ദഹന പ്രശ്നങ്ങളിലും ഒക്കെ ഉള്ളവർക്ക് ഒത്തിരി പേർക്കുണ്ടാവുമല്ലോ, അതൊക്കെ തടയാൻ നല്ലതാണ് കേട്ടോ ഉലുവയുടെ കഞ്ഞിയൊക്കെ. ഇനി നമുക്കിതൊന്ന് താളിച്ച് ചേർക്കണം. അതിനുവേണ്ടി ഇതുപോലെ കടായിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുന്ന കഴിയുമ്പം അതിനകത്തേക്ക് ഒരു 4-5 കഷ്ണം ചെറിയുള്ളിയാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പ്രമേഹ രോഗികൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഉലുവ. കാരണം ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. ഉലുവ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ആ വെള്ളം കുടിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഗുണകരമാണ്. അപ്പം ഈ ഉള്ളി ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഞാൻ അതിനകത്തേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, കറിവേപ്പില ഇടുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടാവും. അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഗുണം ചെയ്യുന്നുണ്ട്. ഒപ്പം ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ, കാൽസ്യം, മഗ്നീഷ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിനും ഇവ ഗുണം ചെയ്യും. അപ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങൾ ഒരാഴ്ചയെങ്കിൽ ഇതൊന്നും മുടങ്ങാതെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഉലുവ കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കാൻ പറ്റും. അതുവഴി നമുക്ക് ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. വയറ്റിലെ കൊഴുപ്പിനെയൊക്കെ പുറന്തള്ളാനും ഉലുവയിൽ
കലോറി വളരെ കുറവും ഫൈബർ വലിയ അളവിലുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. അത്താഴത്തിന് പകരമായിട്ട് ഇത് കഴിച്ചാൽ മതിയാകും കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഒരു പാത്രം നിറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 3 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവാക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഈ മഴക്കാലത്തൊന്ന് ഉണ്ടാക്കി കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്താണ് ഇതിൻ്റെ കഴിക്കേണ്ട സമയമൊക്കെ. രോഗപ്രതിരോധ ശേഷിക്കൊക്കെ ഒത്തിരി നല്ലതെന്ന് പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.